ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഫിഡിക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഷ്രിമ്പ് റോസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്ത് 1 കിലോ ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് മൺചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സാധാരണ പാത്രത്തിൽ റെഡിയാക്കിയാലും മതി. നമുക്ക് ഈ ചെമ്മീൻ വേവിച്ചെടുക്കാനായിട്ട് ആദ്യമേ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചെമ്മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി വീണ്ടും നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കുമ്പോൾ ഇത്രയും മതി. ഉപ്പ് പാകത്തിന്. അടുത്തായിട്ട് ഞാൻ ഈ ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 കുടംപുളിയാണ്. അപ്പോൾ ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് കുടംപുളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ചെമ്മീനിലേക്ക് പുളിയൊക്കെ പിടിക്കും. ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരണം. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഫ്ലെയിം ഞാൻ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചെമ്മീനൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി, പെട്ടെന്ന് അങ്ങ് വെള്ളം വറ്റിക്കോളും. ഒരുപാട് സമയം ചെമ്മീൻ വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചെമ്മീനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ വേറൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 3 പച്ചമുളക്. ഇനി മൊരിഞ്ഞു തുടങ്ങിയ ഇഞ്ചിയിലേക്കും വെളുത്തുള്ളിയിലേക്കും ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു വലിയ സവോള അരിഞ്ഞതാണ്. സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവോള നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. ഈ സവോള വഴന്നു തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. ഈ സവോളയൊക്കെ ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ചെമ്മീൻ മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. മഞ്ഞളൊന്ന് മൊരിഞ്ഞു വരട്ടെ. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്ന് മൊരിഞ്ഞു വരട്ടെ. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികൾ 3 നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ. ഇപ്പോൾ ഈ പൊടികളൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയായിരുന്നു, അതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. ഈ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിഞ്ഞു വരണം. ഈ തക്കാളിയിലെ വെള്ളം കൊണ്ട് തന്നെ ഒന്ന് വെന്തോളും. ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കണം. മസാലയ്ക്ക് അനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ചെമ്മീന് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ തക്കാളിയും നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ. ഇപ്പോൾ ഈ ചെമ്മീനിൽ ഞാൻ പുളി ഇട്ടത് മാറ്റുവാണ്, കാരണം ആവശ്യത്തിന് പുളി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി പുളി ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ചെമ്മീനുമായിട്ട് അരപ്പൊന്ന് യോജിക്കാൻ മാത്രം. ഇത് റോസ്റ്റ് ആയിട്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ആ ചെമ്മീനിലേക്ക് അരപ്പൊക്കെ പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തത്. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. ചെറിയ തീയിലാണ്, ഏറ്റവും സിമ്മിലാണ് വെച്ചേക്കുന്നത്. ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് സെർവ് ചെയ്താലോ. ഈ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരെ. ടേക്ക് കെയർ, ബൈ.